പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. ഒപ്പം തന്നെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരോട് രാജ്യം വിടാനും ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നു. അതേസമയം തന്നെ പെഹൽഗാമിന് പുറമെ ഉധംപൂരിലും ഭീകരാക്രമണം, ഒരു സൈനികന് വീരമൃത്യു, 3 ഭീകരരെ സൈന്യം വധിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ശക്തമായ നയതന്ത്ര നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. പാകിസ്ഥാൻ നയതന്ത്രജ്ഞരോട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകുന്നു. പാകിസ്ഥാന്റെ എക്സ് അക്കൗണ്ട് നീക്കം ചെയ്യുന്ന സാഹചര്യം. മറുവശത്ത് പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ഉണ്ടാകുന്നു. ഉധംപൂരിലും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ആശങ്കാജനകമായ വാർത്ത എന്ന് പറയുന്നത്. മനു, എന്തായാലും പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി കടുപ്പിക്കുകയാണ്. നയതന്ത്ര തലത്തിലെല്ലാം നിലയും വളരെ വലിയ ശക്തമായ നടപടിയാണ് ഇന്ത്യ ഇതിനു മുൻപൊന്നും സ്വീകരിക്കാത്ത നിലയിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഈ കാര്യം അറിയിച്ചത്. ഇന്നിപ്പോൾ വൈകിട്ട് 6 മണിയോടെ ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ തരികയും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടിയെ സംബന്ധിച്ച് എല്ലാം തന്നെയും ഒരു അഭിപ്രായം തെളിയിക്കൊണ്ട് കൃത്യമായി വിവരിക്കുകയും ചെയ്യും. എല്ലാവരുടെയും സഹകരണവും അടക്കമെല്ലാത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വൈകിട്ട് 6 മണിയോടെ ഈ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുക. അതേസമയം തന്നെ കടുത്ത നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ പാക് ഉന്നത നയതന്ത്രജ്ഞരോട് രാജ്യം എന്ന നിർദ്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. സാദ് അഹമ്മദ് വറൈച്ചിനെ അർദ്ധരാത്രി തന്നെ വിളിച്ച് വരുത്തി രാജ്യം എന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷണർ കാര്യത്തിന് മുന്നിലുള്ള പോലീസിന്റെ സുരക്ഷ എല്ലാവരെയും പിൻവലിക്കുകയും അവിടെ ബാരിക്കേഡ് അടക്കമെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തു. അങ്ങോട്ടേക്ക് ഈ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ തദ്ദേശവാസികളുടെ വലിയ പ്രതിഷേധം ഈ പാക് ഹൈക്കമ്മീഷന് മുന്നോട്ട് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും ചെയ്തു. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ വലിയ രീതിയിലുള്ള കർശനമായ സുരക്ഷയും കർശനമായ രീതിയിലുള്ള പരിശോധനയും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആകമാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ദേശീയ അന്വേഷണ ഏജൻസിയും സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു പോലീസ് എല്ലാം നിലയും സംയുക്തമായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉധംപൂരിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചു എന്നതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. അവിടെ 3 ടെററിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ 3 ടെററിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുകയും അവിടെ സൈനികർ വളഞ്ഞു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ 3ാമത്തെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ബാരാമുള്ളയിൽ 2 ഭീകരരെ ഇന്നലെ വധിച്ചിരുന്നു. അതിനുശേഷം പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭീകരര് ഇപ്പോൾ ഈ രാജ്യം വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങൾ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ സൈന്യമുള്ളത്. അതനുസരിച്ച് എല്ലാ പാക് അധീന അല്ലെങ്കിൽ പാക്കിന്റെ നിയന്ത്രണ പ്രദേശങ്ങളെല്ലാം നിലയും ഈ അതിർത്തികളിലെല്ലാം നിലയും വലിയ രീതിയിൽ കർശനമായ സുരക്ഷയും കർശനമായ പരിശോധനയും നടത്തിയിരിക്കുകയാണ്. ഈ ഭീകരരെ കുറിച്ചുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ പാരിതോഷികം അടക്കം എല്ലാ നിലയും ജമ്മു കാശ്മീർ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ നിലയും രാജ്യം ഈ രീതിയിൽ പ്രതിരോധ നടപടികൾ നടത്തുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ വലിയ പ്രകോപനം തീർക്കുകയാണ്. ഇപ്പോൾ ഉധംപൂരിലെ ഭീകരാക്രമണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേസമയം തന്നെ മിസൈൽ പരീക്ഷണത്തിന് അവർ കറാച്ചിയിൽ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നു. അറബിക്കടലിൽ വലിയ തോതിൽ സൈനിക വിന്യാസം, നാവികസേന അഭ്യാസമടക്കം നടത്താനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നുവെന്ന് പറയുന്നു. ആ രീതിയിൽ പാകിസ്ഥാൻ പ്രകോപനങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണോ? മനു, ഒരു നമുക്കറിയാം സിന്ധു നദീജല കരാറുകൾ അടക്കമെല്ലാം നിലയും മരവിപ്പിച്ച ഒരു പശ്ചാത്തലം മുൻപ് ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഏറ്റവും കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ പോകുക സാഹചര്യത്തിൽ പാകിസ്ഥാനും ചില പ്രതിരോധ നടപടിയും ചില മുന്നറിയിപ്പുകളും ഇന്ത്യക്ക് നൽകിയാണ്. ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ ഇന്ന് ദേശീയ സുരക്ഷാ യോഗം ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വിളിച്ച യോഗത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരും പാകിസ്ഥാനിലെ എല്ലാ ഈ സേനാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയും ചെയ്യും. ഈ നദീജല ഉടമ്പടി മരവിപ്പിച്ച ഈ ഒരു ഇന്ത്യയുടെ നടപടി ആവക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ പുറത്തുവിടണമെന്നും പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ ദേശീയ സുരക്ഷാ കമ്മിറ്റി യോഗം ചേരുകയും അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കറാച്ചി തീരത്തെല്ലാം നിലയും ഒരു മിസൈൽ പരീക്ഷണം അടക്കമെല്ലാം നിലയും ഉണ്ടാകും. അത് ഇന്നും നാളെയുമായി നടത്തുമെന്നും പാകിസ്ഥാൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി നാവികസേനയെല്ലാം നിലയും പാക് തീരങ്ങളിലെല്ലാം വിന്യസിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. ചില സേനാ അഭ്യാസങ്ങൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധക്കപ്പൽ ഉൾക്കടലിലേക്ക് പോയി എന്നുള്ള വാർത്തകളും പുറത്തുവിടുന്നു. അങ്ങനെ പാകിസ്ഥാനും ചില പ്രതിരോധവുമായി, പ്രത്യേകിച്ച് ഇന്ത്യ ശക്തമായ രീതിയിൽ മുന്നറിയിപ്പുമായി പോയ സാഹചര്യത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം പാകിസ്ഥാനുണ്ട്. അതുമായി ഇടപെടുന്നുണ്ട്. പാകിസ്ഥാനും തിരക്കിട്ട യോഗങ്ങളും നിർണായകമായി തീരുമാനമെടുക്കാനുള്ള ഒരു നീക്കം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ അടക്കം എല്ലാ നിലയും, പ്രത്യേകിച്ച് കടൽ അതിർത്തിയിൽ എല്ലാ നിലയും മിസൈൽ പരീക്ഷണം അടക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ ഉണ്ട്. ഇന്ന് നാളെയുമായി കറാച്ചി ജില്ലകളിൽ ഈ മിസൈൽ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ചില വാർത്താ കുറിപ്പ് അടക്കം പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.